ലൂബ്രിക്കൻസിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലൂബ്രിക്കൻസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൂബ്രിക്കൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് എന്താ? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിസ്കോസിറ്റിയാണ്. എന്താണ് ഈ വിസ്കോസിറ്റി? വിസ്കോസിറ്റി മേ ബി കൺസിഡേർഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ടു ഫ്ലോ. അതായത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫ്ലോ ചെയ്യുന്നതിന് എതിരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫ്ലോ ചെയ്യുന്നതിന് എതിരെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? വിസ്കോസിറ്റി. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും, അതായത് +2-ലാണെങ്കിലും ഡിപ്ലോമയിലാണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താ? ഒരു വെള്ളത്തുള്ളിയും ഒരു രണ്ടും ഒരേ ആംഗിളിൽ ചെരിച്ച് വെച്ച ഒരു 2 പ്ലേറ്റിൽ ഒരു സൈഡിൽ ഒരു വെള്ളത്തുള്ളിയും മറ്റൊരു സ്ഥലത്ത് ഒരു തിക്കായിട്ടുള്ള നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ താഴത്തെ ആദ്യത്തെ ഏതാണ്? വെള്ളത്തുള്ളിയാണ്. കാര്യം വെള്ളത്തുള്ളിക്ക് വിസ്കോസിറ്റി എന്താണ്? കുറവാണ്. വെള്ളത്തുള്ളിക്ക് വിസ്കോസിറ്റി എന്താണ്? കുറവാണ്. വിസ്കോസിറ്റി കൂടുതൽ ഏതിനാണ്? വിസ്കോസിറ്റി കൂടുതൽ നമ്മളുടെ നെയ്യ് അല്ലെങ്കിൽ അത്തരത്തിൽ കട്ടിയായുള്ള ഓയിലുകൾക്ക് എന്താണ്? വിസ്കോസിറ്റി കൂടുതലാണ്. അതാണ് ഇവിടെ ആയിട്ടുള്ളത്. വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നെയ്യിന് തണുത്തിരിക്കുന്ന സമയത്ത് വിസ്കോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇത് ലൂസാവും, വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം, ആസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ വിസ്കോസിറ്റി എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ വിസ്കോസിറ്റി എന്താണ് ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. വിസ്കോസിറ്റി കുറയും. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ആൻഡ് ഓയിൽ വിത്ത് എക്സസീവ്ലി ഹൈ വിസ്കോസിറ്റി ഈസ് വെരി തിക്ക് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഫ്ലോ. കണ്ടോ? കൃത്യമായി പറയുന്നുണ്ട്. എന്താ? തിക്കായിട്ടുള്ള ഓയിലിന് വിസ്കോസിറ്റി കൂടുതലാണ്. അതായത് റെസിസ്റ്റൻസ് ടു ഫ്ലോ കൂടുതലാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിരിക്കും ഉണ്ടാവുക. തിക്കായിട്ടുള്ള വിസ്കോസിറ്റി കൂടിയ ഓയിലൊന്ന് ചൂടാക്കി കൊടുത്താൽ എന്താണ്? വിസ്കോസിറ്റി കുറയുമെന്ന് പഠിച്ചു. അപ്പോൾ വിസ്കോസിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. വിസ്കോസിറ്റി എന്താണ്? ഇറ്റ് മേ ബി കൺസിഡേർഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ടു ഫ്ലോ. ഒഴുകുന്നതിന് എതിരെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിനെയാണ് എന്ന് പറയുന്നത് നമ്മളെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് പഠിക്കുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഹൈ വിസ്കസ് ഓയിൽ ആണെന്ന് പറഞ്ഞാൽ വളരെ തിക്കായിരിക്കും, ഡിഫിക്കൽട്ടി ടു ഫ്ലോയും ആയിരിക്കും എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ വിസ്കോസിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എഞ്ചിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഒരു ഗ്രേഡ് നിശ്ചയിക്കാറുണ്ട്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഓരോ ഗ്രേഡിലാണ് പറയുക. ഇപ്പോൾ നമ്മൾ ഒരു പെട്രോൾ എഞ്ചിൻ എടുത്താലും ഡീസൽ എഞ്ചിൻ എടുത്താലും, ഒരു പെട്രോൾ എഞ്ചിൻ എടുത്താലും ഒരു ഡീസൽ എഞ്ചിൻ എടുത്താലും രണ്ട് എഞ്ചിനും വ്യത്യസ്ത തരം ഓയിലാണ് ഉപയോഗിക്കുക. ആ ഓയിലിന് ഒരു ഗ്രേഡാണ് പറയുക. ആ ഗ്രേഡിന് പറയുന്ന നമ്പറാണ് SAE നമ്പർ. എന്താണ് പറയുക? SAE നമ്പർ. SAE 1540, 15W40, അല്ലെങ്കിൽ SAE 2045. ഇങ്ങനെയൊക്കെയാണ് ഓയിലുകൾ നമ്മൾ എന്ത് ചെയ്യാറ്? ഗ്രേഡുകൾ തീരുമാനിക്കാറ്. എന്താണ് ഈ SAE? SAE എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. ഓട്ടോമോട്ടീവ് എഞ്ചിൻസ് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. SAEയുടെ ഫുൾ ഫോം വരെ ITI പരീക്ഷകൾക്ക് SAEയുടെ ഫുൾ ഫോം വരെ ചോദിക്കാറുണ്ട്. SAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. സൊസൈറ്റി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് അല്ല, ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് എന്ത്? നമ്മുടെ SAEയുടെ ഫുൾ ഫോം. ഇറ്റ് ഡിറ്റർമിൻസ്, അതൊരു ഏജൻസിയാണ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ വിസ്കോസിറ്റി ഗ്രേഡ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ്. ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി എത്ര ടെമ്പറേച്ചർ വരുമ്പോഴാണ് വിസ്കോസിറ്റിയിൽ എത്ര ചേഞ്ച് വരുന്നത്, അത്തരത്തിൽ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി ലൂബ്രിക്കേറ്റിംഗ് ഓയിലുകൾക്ക് ഗ്രേഡ് നിശ്ചയിക്കുന്ന ഒരു ഏജൻസിയാണ് ഇത് SAE, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ് SAEയുടെ ഫുൾ ഫോം. SAE നമ്പർ കണ്ടോ? 15, SAE 15, SAE 25, SAE 1540. ഇങ്ങനെയാണ് ഗ്രേഡുകൾ തീരുമാനിക്കുക. ഇത് 15 ഒറ്റ ഗ്രേഡേ ഉണ്ടാവുള്ളൂ. ചൂടുകാലമായാലും തണുപ്പ് കാലമായാലും ഒരൊറ്റ ഗ്രേഡ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ SAE 15 ആണ്. ചൂടുകാലത്തും തണുപ്പ് കാലത്തും 2 ഗ്രേഡ് ഓയിലിൻ്റെ സ്വഭാവം കാണിക്കുകയാണ്. മൾട്ടി ഗ്രേഡ് ഓയിൽ എന്നാണ് പറയുന്നത്. എന്താണ്? 2 ചൂടുകാലത്തും വേനൽക്കാലത്തും, അതായത് ചൂടുകാലത്തും അതേപോലെ തണുത്ത സമയങ്ങളിലും 2 തരത്തിലുള്ള ഓയിലിൻ്റെ ഗ്രേഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് SAE 1540 ആണ്. എന്താണ്? SAE 1540 ആണ്. SAE 1540. അപ്പോൾ SAE മൾട്ടി ഗ്രേഡ് ഓയിൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മൾട്ടി ഗ്രേഡ് ഓയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SAE 15W40 എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടി ഗ്രേഡ് ഓയിലാണ്. SAE 15 എന്ന് പറഞ്ഞാൽ സിംഗിൾ ഗ്രേഡ് ഓയിലുമാണ്. SAEയുടെ ഫുൾ ഫോമും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ,
ആസ് ദി SI നമ്പർ ഇൻക്രീസസ്, SI നമ്പർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി ഓഫ് ഓയിൽ ആൾസോ ഇൻക്രീസസ്. SI നമ്പർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റിയും എന്ത് ചെയ്യും, കൂടുമെന്നാണ് പറയുന്നത്. SI40 ഓയിൽ കട്ടി കൂടുതലായിരിക്കും ഏതിനപേക്ഷിച്ച്, SI25 അപേക്ഷിച്ച്. അപ്പോൾ കട്ടി കുറഞ്ഞ ഓയിൽ, ഇതിൽ കട്ടി കുറഞ്ഞ ഓയിൽ ഏതാ, SI25 ആണ്. SI40 ഓയിൽ കട്ടി കൂടുതലായിരിക്കും. SI40 ഓയിലിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. SI25 ഓയിലിന് വിസ്കോസിറ്റി കുറവായിരിക്കും. SI നമ്പർ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റിയും എന്ത് ചെയ്യുന്നു, കൂടുന്നെന്ന് പഠിച്ചു വയ്ക്കുക. SI എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എന്നുള്ളതാണ്. അതൊരു ഏജൻസിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഏജൻസി എന്താണ് ചെയ്യുന്നത്, ആ ഏജൻസി ചെയ്യുന്നത് നമ്മളുടെ വിസ്കോസിറ്റി ഗ്രേഡ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിലുകളുടെ വിസ്കോസിറ്റി ഗ്രേഡ് നിർമ്മിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഏജൻസിയാണ് എന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചോ, വിസ്കോസിറ്റി പഠിച്ചോ, SI നമ്പർ പഠിച്ചോ, ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യകതകൾ പഠിച്ചു, അതേപോലെ തന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രീസ് സെമി സോളിഡ് ആണ്, ഗ്രാഫൈറ്റ് സോളിഡ് ആണ്, ലിക്വിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എഞ്ചിൻ ഓയിൽ, മിനറൽ ഓയിൽ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലാണ് പെടുന്നത് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ.